ഹലോ ഹായ് നമസ്കാരം നിങ്ങളുടെ സ്വന്തം അജീഷാണ് കേട്ടോ. അപ്പോൾ വേറൊന്നല്ല, ഞാനും അമ്മയും അച്ഛനൊക്കെ പാടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ്. ഏട്ടനുണ്ട്, ഇതാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠ കേട്ടോ. ഞങ്ങൾ 3 മക്കളാണ്. രണ്ടാമത്തെ മസ്കറ്റിലാണ്. അപ്പോൾ ഇവനും മസ്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അവനും ലീവൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ കേട്ടോ, നമ്മുടെ പാലക്കാട് ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ രാവിലെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യണില്ലേന്ന്. ഇപ്പോൾ കുറച്ച് തിരക്കാണ്, വേറെ ഒന്നുമില്ല, കുറച്ച് ചില്ലറ തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മലമ്പുഴയിൽ കയറാൻ പറ്റിയില്ല. അവിടെ ഇപ്പോൾ കുറച്ച് കാലത്തിന് പണി നടന്നുകൊണ്ട് മലമ്പുഴ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അത് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ മലമ്പുഴ നേരെ ബാക്ക് പോയി ഞങ്ങൾ കേട്ടോ, ഡാമിൻ്റെ നേരെ ബാക്കിലൊക്കെ പോയപ്പോൾ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇനി നമ്മുടെ ശിവനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാട്ടോ എൻ്റെ അമ്മ ഇറങ്ങിയിരിക്കുന്നത്. വലിയ ശിവൻ, കറക്റ്റ് പ്ലേസിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. അപ്പോൾ അമ്മ എന്തായാലും അവിടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപ്പ ഫുഡായിരുന്നു കേട്ടോ, നല്ല നാടൻ ഫുഡ്. എനിക്ക് പിന്നെ എന്താ പറയുക, ഫുഡ് കഴിക്കുമ്പോൾ കൺട്രോൾ ചെയ്യില്ല, വാരി വലിച്ച് കഴിക്കും. അപ്പോൾ എന്തായാലും അച്ഛനെ പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. അച്ഛൻ ഫുൾ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. എനിക്ക് അച്ഛൻ കാറിൻ്റെ ഉള്ളിൽ കയറിയ എനിക്കൊരു പ്രശ്നമുണ്ട്, മൈഗ്രെയിൻ്റെ തലവേദന ഇളകും. അത് കാരണം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി കൊണ്ടിരിക്കും. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റാറ്റസ് റീൽസൊക്കെ കണ്ടിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ഉള്ളിലൊക്കെ കയറി അവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും അലോഡ് ഉണ്ടാകുന്നില്ല. അങ്ങനെ നേരെ നമ്മുടെ ശിവൻ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതാ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ഭയങ്കര ഭക്തിയാണോ എന്ന്. ഭക്തി എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടിട്ടേ ഇങ്ങനെ തന്നെയാണ്. എനിക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഭയങ്കര ഭക്തി തന്നെ. ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേകതപരമായ ഭക്തി കേട്ടോ, വേറെ ഒന്നല്ല. എനിക്ക് സർപ്പാരാധനയാണ് കൂടുതൽ. അത് നമ്മുടെ വീട്ടിലുണ്ടായത് കൊണ്ടാണോ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഭഗവാൻ നല്ല നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. എന്തായാലും പോയ സമയം കറക്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടൊരു 3-3:30-4 മണി സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. അടിപൊളിയായിരുന്നു. ചെറിയ മഴയൊക്കെ ഇങ്ങനെ വരാനുള്ള തുടക്കത്തിലൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പുറത്തോട്ടൊക്കെ കുറച്ചിങ്ങനെ നടന്നപ്പോഴേക്കും മഴയൊക്കെ പെയ്തു കേട്ടോ. എന്തായാലും അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റിയ ഏരിയ ഉണ്ട് നമ്മുടെ കോയമ്പത്തൂർ. എന്തായാലും ഇത് വന്നതും ഇത് കാണാൻ പറ്റിയതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇത് കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. തിരിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.